അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ അന്ത്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ഇന്ത്യൻ പാസ്റ്ററുടെ പ്രവചനം ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നു. 2026 ജനുവരിയിൽ നടന്ന പുതുവത്സര ആരാധനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിലാണ് തമിഴ്നാട്ടിലെ പാസ്റ്റർ ഡൊണാൾഡ് എബ്രഹാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക സംഭവങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് അമേരിക്കയുടെ വരാൻ പോകുന്ന തകർച്ചയെക്കുറിച്ച് പ്രവചിച്ചത്. அமெரிக்கா என் கையை விட்டு நழுவி போகிறது. ஒரே ஒரு மனுஷன் ட்ரம்பினாலே அமெரிக்கா கை கழுவி போகிறது. அமெரிக்காவில் இனி வாய்ப்பு யாருக்கும் இருக்காது. இந்தியர்கள் மூட்டை கட்டிக்கொள்ளுங்கள். வெளி தேசத்தார் உங்கள் பகுதிக்கு போக இப்பொழுதே முயற்சி பண்ணுங்கள். மார்ச்சிலிருந்து உங்களை வெளியே துரத்துகிற சூழ்நிலை ஏற்படும். விசாவின் ஃபீஸ் பல மடங்கு அதிகரிக்கும். அமெரிக்கா எழுப்புதல் 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 எழுப்புதல், நோ ரிவைவல். பாவம் மூடப்பட்டது, அக்கிரமம் மூடப்பட்டது, அநியாயம் மூடப்பட்டது. அநேகருடைய அழுகையின் ஜெபத்தினால் டொனால்ட் ட்ரம்பை நான் எழுப்பினேன். அநேகருடைய தவறான போதனையின் நிமித்தமாய் நீ என்ன நிலைமைக்கு போய்கொண்டிருக்கிறாய் என்பதை பார்த்துக்கொள். டொனால்ட் ட்ரம்ப், உன்னை நான் எச்சரிக்கிறேன். நீ பிப்ரவரி மாதத்திற்குள் மனம் திரும்பினாள், உன் நிமித்தம் அமெரிக்கா சந்தோஷப்படும். அமெரிக்கர்கள் மட்டுமல்ல, வெளி தேசத்தார் சந்தோஷப்படுவார்கள். உன் நிமித்தமாய் உனக்கு விரோதமாய் எழும்புகிற ஒரு கூட்டம் 3 மாதத்திற்கு முன்பாகவே எழும்பிவிட்டது. நீ மனம் திரும்பாவிட்டால் உன்னை தொடர்ந்து வருகிற பயங்கரமான பாதிப்பு உனக்கு அநீதியின் வாசலுக்குள், അഴിവിൻ വാസലുക്കുൾ കൊണ്ടു ചെല്ലും. അമേരിക്ക കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു. ഒരു പുരുഷൻ മാത്രം, ഡൊണാൾഡ് ട്രംപ് മൂലം അമേരിക്കയുടെ നില താഴാൻ പോകുന്നു. അമേരിക്കയിൽ ഇനി ആർക്കും അവസരങ്ങൾ ഉണ്ടാകുകയില്ല. ഇന്ത്യക്കാരെ, നിങ്ങളുടെ ബാഗ് പാക്ക് ചെയ്തുകൊള്ളുക. വിദേശികളെ, നിങ്ങളുടെ നാട്ടിലേക്ക് പോകുക. മാർച്ച് മുതൽ നിങ്ങളെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകും. അമേരിക്കൻ വിസയുടെ ഫീസ് പല മടങ്ങായി വർദ്ധിക്കും. അമേരിക്ക ഉണരൂ, ഉണരൂ, ഉണരൂ. എന്നാൽ ഒരു ഉണർവുമില്ല. പാപത്താൽ അടയപ്പെട്ടിരിക്കുന്നു, അധർമ്മത്താൽ അടയപ്പെട്ടിരിക്കുന്നു, അനീതിയാൽ നിറഞ്ഞിരിക്കുന്നു. പലരുടെയും കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാൽ ഡൊണാൾഡ് ട്രംപിനെ ഞാൻ എഴുന്നേൽപ്പിച്ചു. എന്നാൽ പലരുടെയും തെറ്റായ ഉപദേശ നിമിത്തം ഇപ്പോൾ എങ്ങോട്ടാണ് അമേരിക്ക പോകുന്നതെന്ന് ചിന്തിച്ചു കൊള്ളുക. ഡൊണാൾഡ് ട്രംപ്, നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് തരുന്നു. ഫെബ്രുവരി മാസത്തിനകം നിങ്ങൾ മനം തിരിഞ്ഞു വന്നാൽ നിങ്ങൾ മൂലം അമേരിക്ക സന്തോഷിക്കും. അമേരിക്കക്കാർ മാത്രമല്ല, അന്യദേശക്കാർ മുഴുവൻ സന്തോഷിക്കും. നിങ്ങൾ നിമിത്തം നിങ്ങൾക്ക് വിരോധമായി ഒരു കൂട്ടം കഴിഞ്ഞ 3 മാസം മുന്നമേ എഴുന്നേറ്റ് കഴിഞ്ഞു. നിങ്ങൾ മനം തിരിഞ്ഞില്ലെങ്കിൽ തുടർന്നു വരുന്ന ഭയങ്കരമായ പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കും. നാശത്തിൻ്റെ വാതിലിലേക്കാണ് അത് നിങ്ങളെ കൊണ്ടു ചെല്ലുക. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവരെ നിങ്ങൾക്കയ്യോ കഷ്ടം. അങ്ങനെ പോകുന്നു ആ പ്രവചനം. തമിഴ്നാട്ടിലെ പ്രമുഖ പെന്തക്കോസ്ത് സഭകളിലൊന്നായ മിറക്കിൾ ചർച്ചിലെ റവറൻഡ് സി ഡൊണാൾഡ് എബ്രഹാം എന്ന പാസ്റ്ററാണ് പുതുവത്സര ആരാധനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് പ്രവചിച്ചത്. ഇതോടൊപ്പം മറ്റു ചില പ്രവചനങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. തമിഴ്നാട്ടിലെ ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു.